نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم ما فعلوه إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا. ആദരണീയരായ വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ട് സൂക്ഷിച്ച് അവന്റെ കൽപ്പനകളെ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടുകൂടി വസിയ്യത്ത് ചെയ്യുക. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനായി ജനിച്ച ഏതൊരാൾക്കും അവൻ ജീവിക്കുന്ന വീട്, അവൻ ജീവിക്കുന്ന നാട്, അത് പ്രകൃതിപരമായി സ്വാർത്ഥമാണ്. പ്രകൃതിപരമായി മനുഷ്യന് ഏറെ മഹബത്ത്, ഏറെ സ്നേഹം, ഏറെ ബന്ധമുള്ളതാണ് അവന്റെ വീടിനോടും അവന്റെ നാട്. ഏതൊരു മനുഷ്യന്റെയും സ്വഭാവത്തെ, അവന്റെ സംസ്കാരത്തെ, അവന്റെ മൂല്യങ്ങളെ, അവന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ വ്യക്തമായ ഒരു സ്വാധീനവും ഒരു പങ്കുമുള്ളതാണ് അവൻ വളരുന്ന വീടും നാടും അവന്റെ ചുറ്റുപാടും അവന്റെ പരിസര പ്രദേശം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അവൻ നന്നാവാൻ അവന്റെ നാട്, അവന്റെ വീട് നന്നാവേണ്ടതാണ്. ആ നാടും വീടും നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നവനായിരിക്കണം ഏതൊരു വ്യക്തിയും, പ്രത്യേകിച്ച് വിശ്വാസിയും. തന്റെ വീട്ടിൽ നിന്ന് ഒരുത്തൻ പുറത്താക്കപ്പെടുക, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ബന്ധിപ്പിച്ചത് അവനവന്റെ ജീവനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഒരു വ്യക്തി സ്വയം ബലി നൽകുക, ഒരു യുദ്ധത്തിന്, ഒരു ജിഹാദിന് വേണ്ടി പുറപ്പെട്ട് രക്തസാക്ഷിത്വത്തിന് സന്നദ്ധനാവുക, സ്വന്തത്തെ വെടിയുക എന്നതിനെയും നാട് നഷ്ടപ്പെടുത്തുക എന്നതിനെയും പരസ്പരം ചേർത്തി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസാഇന്റെ 66-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മെ അറിയിക്കുന്നു. അല്ലാഹു പറയുന്നു, വലൗ അന്ന കതബ്നാ അലൈഹിം അൻ യഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ ഹനിക്കണം എന്ന് നാം നിങ്ങളോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ, അവ യഖ്റുജു മിൻ ദിയാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തു പോകണം, നാട് വിടണം എന്ന് കൽപ്പിച്ചിരുന്നുവെങ്കിൽ മാ ഫഅലൂഹു ഇല്ലാ ഖലീലൻ മിൻഹും, അവരിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ
അത് പ്രാവർത്തികമാക്കുമായിരുന്നുള്ളൂ എന്ന്. നിങ്ങൾ നിങ്ങളുടെ നാട് വിട്ട് ദീനിനു വേണ്ടി പുറത്തു പോകണം, രാജ്യം വിടണം, വീട് വിടണം, മക്ക വിട്ട് മദീനയിലേക്ക് പോകണം, ഇറാഖ് വിട്ട് ഫലസ്തീനിലേക്ക് പോകണം, ഇന്ത്യ വിട്ട് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകണം എന്നൊക്കെ റബ്ബിന്റെ ഒരു കൽപ്പന വന്നാൽ കുറച്ച് ആളുകളെ പാലിക്കണം. എന്തേ കാരണം? അവർക്ക് അത്രമാത്രമുള്ള ഒരു ബന്ധം അവരുടെ വീടുമായി, അവരുടെ നാടുമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു നാടിനോടുള്ള, താൻ ജനിച്ചു വളർന്ന നാടിനോടുള്ള അതിന്റെ മഹബത്ത്, അതിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ് എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കും. പണ്ഡിതന്മാര് പറയുന്നത് കാണാം, ഫൻളുർ ഇലാ ഹനീനിഹി ഇലാ ഔതാനിഹി فتشوق إلى إخوانه وبكاته على ما مضى من زمانه. ഒരു വ്യക്തി അയാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ നാടിനോടുള്ള അയാളുടെ മാനസികാവസ്ഥ എന്താണ്, ആഗ്രഹം എന്താണ് എന്ന് പരിശോധിച്ചാൽ മതിയാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ തിരിച്ചറിയാൻ, അയാളുടെ ക്വാളിറ്റിയെ തിരിച്ചറിയാൻ, നാടിനോടുള്ള മാനസികമായ ആഭിമുഖ്യം നശിച്ചു കാണണം എന്നുള്ളതാണോ, നന്നായി കാണണം എന്നുള്ളതാണോ എന്നുള്ള ചിന്തയെ ബോധ്യപ്പെടുത്താൻ അയാളുടെ വ്യക്തിത്വത്തെ സൂക്ഷ്മ പരിശോധന നടത്തിയാൽ മതി. മാത്രമല്ല, സഹോദരന്മാരുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെ പരിശോധിച്ചാൽ മതി. കഴിഞ്ഞുപോയ നല്ല കാലത്തെ സംബന്ധിച്ചുള്ള അയാളുടെ ഓർമ്മകളെ പരിശോധിച്ചാൽ അയാളുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാര് പറയുന്നു. മറ്റു പണ്ഡിതോദ്ധരണികൾ ഇത് സംബന്ധമായ ധാരാളം കാണാൻ സാധിക്കും. നമുക്ക് കാണാൻ പണ്ഡിതന്മാർ പറയുന്നു, സലാസു ഖിസാലിൻ ഫി സലാസതി അസ്നാഫിൻ മിനൽ ഹയവാൻ. പ്രകൃതിപരമായ സൃഷ്ടികളിൽ ഊട്ടപ്പെട്ടതാണ്, പ്രകൃതി സഹജമായ ഗുണങ്ങളിൽപ്പെട്ടതാണ് 2-3 ജീവികൾ. ഒന്ന് അൽ-ഇബിൽ, ഒട്ടകം എന്ന് പറയുന്നത്, എത്ര ദൂരേക്ക് ഒരു ഒട്ടകം സഞ്ചരിച്ചു പോയാലും അത് അതിന്റെ സ്വനാട്ടിലേക്ക് തന്നെ മടങ്ങി വരാൻ ആ ഒട്ടകം അതിയായി വെമ്പൽ കൊള്ളുന്നു, അതിയായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷി രാവിലെ കൂട്ടിൽ നിന്ന് പറന്നു പോയാൽ അത് ഭക്ഷണം തേടിക്കൊണ്ട് എത്ര ദൂരങ്ങൾ അയഞ്ഞു നടന്നാലും അതിന്റെ കൂടിയിരിക്കുന്നത് ഒരു വരണ്ട ഭൂപ്രദേശത്തായിരുന്നാലും ശരി, അത് വൈകുന്നേരമായാൽ അതിന്റെ ആ കൂട്ടിലേക്ക് തന്നെ മടങ്ങുന്നു എന്നുള്ളത് പ്രകൃതിയിൽ ഊട്ടപ്പെട്ട, പ്രകൃതി സഹജമായ ഒരു വാസനയിൽപ്പെട്ടതാകുന്നു. ഒരു മനുഷ്യൻ നാട് വിട്ട് മേന്മകളുണ്ടെങ്കിലും സ്വനാട്ടിലേക്ക് തന്നെ മടങ്ങാൻ, ഇന്ത്യ വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് തൊഴിൽ തേടിപ്പോയവൻ, അവൻ എത്ര സമ്പാദിച്ചാലും എത്ര ആധുനികമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നാലും ആഗ്രഹിക്കുന്നത് അവന്റെ സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിലായിരിക്കും. മനുഷ്യന് അവന്റെ രാജ്യത്തോട്, സ്വരാജ്യത്തോടുള്ള സ്നേഹപ്രകടനം അത് പ്രകൃതി ാണ് എന്ന് പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. ഇത് സ്വാഭാവികമായി മനുഷ്യനിൽ ഊട്ടപ്പെട്ട സഹജ വാസനയായതുകൊണ്ട് തന്നെ മനുഷ്യനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഈ സ്വരാജ്യ സ്നേഹം പ്രകടമായിരുന്നുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹിയുടെ ആദ്യത്തെ വഹയ്, ഒന്നാമത്തെ വഹയ് കിട്ടി. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തതയില്ല. പ്രവാചകന് പൂർവ്വ വേദങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ വഹയിനെ സംബന്ധിച്ച് ധാരണയില്ലാതിരുന്ന വ്യക്തിത്വമായിരുന്നു. തന്റെ പ്രിയതമ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹ അവരുടെ അമ്മാവനായിരുന്ന വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് പിറ്റത്തെ ദിവസം രാവിലെ തന്റെ പ്രിയപ്പെട്ടവനെയും ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് പോയി രാത്രിയിൽ സംഭവിച്ച സംഭവ വികാസങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന അന്നത്തെ ക്രൈസ്തവ മതത്തെ സംബന്ധിച്ച്, പൂർവ്വ മതങ്ങളെ സംബന്ധിച്ച് പാണ്ഡിത്യമുണ്ടാവുകയും പൂർവിക ഗ്രന്ഥങ്ങളെ അറബിയിലേക്ക് തർജ്ജമ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന വേദപണ്ഡിതനായിരുന്ന വറഖത്ത് ബിൻ നൗഫൽ അന്ന് പറഞ്ഞു, ഈ വന്നത്, ഇന്നലെ താങ്കളെ സമീപിച്ചത് അത് മൂസായുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന അള്ളാഹുവിന്റെ നാമൂസാകുന്നു എന്നാണ്. നാമൂസ് എന്ന് പറഞ്ഞ തൗറാത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തിയ പദമാണ് നാമൂസ് എന്ന പദം കൊണ്ട്. തുടർന്ന് കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, നിന്റെ ജനത നിന്നെ പുറത്താക്കുന്ന ഒരു ദിവസം ഞാൻ ജീവനോടെ ഇരുന്നിരുന്നുവെങ്കിൽ എന്റെ സഹായവും എന്റെ പിന്തുണയും ഉണ്ടാകുമായിരുന്നു എന്ന ആശയത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംസാരം കേട്ടപ്പോൾ അത്ഭുത സ്തബ്ധനാവുകയാണ്.
40 വർഷം 40 വയസ്സ് പൂർത്തീകരിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം വഹി വന്ന് വഹിയിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ താൻ കേൾക്കുന്ന വാർത്ത താങ്കളെ താങ്കളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ദിവസം എന്നുള്ള വാചകമാണ്. അത് വറഖത്ത് ഇബ്നു നൗഫൽ പറയുവാനുണ്ടായ കാരണം പൂർവികമായ ചരിത്രം പഠിച്ച വ്യക്തിയാണ് അദ്ദേഹം. പ്രവാചകന്മാരുടെ കഥനങ്ങൾ വായിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതിൽ നിന്ന് ഓരോ പ്രവാചകന്മാരും തങ്ങൾ ജനിച്ചു വളർന്ന നാട് വിട്ട് ഹിജ്റ പോകേണ്ടി വന്ന, പലായനം ചെയ്യേണ്ടി വന്ന ചരിത്രം അദ്ദേഹത്തിന്റെ മുൻപിൽ വിശാലമായി കിടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട് വിട്ടുകൊണ്ട്, പ്രിയപ്പെട്ട മക്ക രാജ്യം വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, അവ മുഖ്രിജയ്യഹും, ഈ നാട്ടുകാര് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുകയോ എന്ന്, ഞാൻ മക്ക വിട്ടു പോകുകയോ. മക്ക പ്രവാചകന് പ്രിയപ്പെട്ട മണ്ണാണ്. കാരണം ഇത് പ്രവാചകൻ ജനിച്ചു എന്ന്. പ്രവാചകൻ ജനിച്ചു വളർന്ന നാടിനോട് ആ പ്രവാചകനുള്ള വല്ലാത്ത ഒരു മഹബത്ത്, മാത്രമല്ല അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള കഅബാലയത്തെ ആ മക്ക രാജ്യത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹ്യ് കൊടുത്തത്. ആ കഅബാലയം നിലനിൽക്കുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മണ്ണ്, താൻ ജനിച്ചു വളർന്ന 40 കൊല്ലക്കാലം തന്റെ നാട്ടുകാർ തന്നെ അൽ അമീൻ എന്ന്, സുദ്ദീഖ് എന്ന് വിളിച്ച മണ്ണ്, തന്റെ നാട്ടുകാർ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോ പ്രവാചകന്റെ പക്കലായിരുന്നു അമാനത്ത് സ്വത്തുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള നാട്ടുകാർ എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞപ്പോ അത് പ്രവാചകൻ ഒട്ടും സഹിക്കുന്നതായിരുന്നില്ല. പ്രവാചകന്റെ നുബൂവത്തിന്റെ നബിയായതിന്റെ പിറ്റേ ദിവസം രാവിലെയുള്ള പ്രവാചകന്റെ മാനസികാവസ്ഥ ഇതായിരുന്നുവെങ്കിൽ പിന്നീട് 13 വർഷക്കാലം പിന്നിട്ട് മദീനയിലേക്കുള്ള ഹിജ്റയുടെ വേളയിൽ മക്കയുടെ ടൗണിന്റെ പരിധി വിട്ടുകൊണ്ട് ഒരു മലക്ക് മുകളിൽ കയറി നിന്ന് മക്ക രാജ്യത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാഹ്, വല്ലാഹ് അല്ലാഹു തന്നെയാണ് സത്യം, ഇന്നകി ലഖൈറു അർളില്ലാഹ്, അല്ലാഹുവിന്റെ ഭൂമികളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഭൂമിയാകുന്നു അല്ലയോ മക്ക. നീ ഈ മക്ക രാജ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും ഉത്തമമായ ഭൂമിയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമികളിൽ വെച്ച ഭൂമിയാണ് മക്ക എന്ന് പറയുന്നത്. നിന്റെ ആളുകൾ എന്നെ നിന്നിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് പുറത്തു പോകുമായിരുന്നില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടാണ് മക്ക വിട്ടുകൊണ്ട് പോകുന്നത്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. പ്രവാചകന്റെ പിന്നീടുള്ള ജീവിക്കാൻ റബ്ബ് തെരഞ്ഞെടുത്ത നാട് മദീനയായിരുന്നു. ആ മദീനയോട് താൻ ജീവിക്കാൻ ജന്മം കൊണ്ട് ആ നാടല്ലെങ്കിലും തനിക്ക് വളരുവാനുള്ള നാടായിക്കൊണ്ട് റബ്ബ് നിശ്ചയിച്ച മദീനയോട് പ്രവാചകൻ വല്ലാത്ത ഒരു ഹുബ്ബ്, ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ പ്രവാചകൻ പ്രകടിപ്പിച്ചിരുന്നു. പ്രവാചകൻ മദീന വിട്ട് പുറത്തേക്ക് പോയാൽ, യുദ്ധാവശ്യാർത്ഥം മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി മദീന വിട്ട് പട്ടണം വിട്ട് പുറത്തു പോയാൽ പ്രവാചകൻ തിരിച്ചു മടങ്ങി വരുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, കാന ഇദാ ഖദിമ മിൻ സഫരിൻ ഫനവറ ഇലാ ജുദറാത്തിൽ മദീന, മദീനയുടെ മതിലുകൾ, മദീനയിലെ വീടുകളുടെ ചുമരുകൾ ദൂരെ നിന്ന് പ്രവാചകൻ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ വാഹനമൃഗത്തെ, ഒട്ടകത്തെ പ്രവാചകൻ അതിവേഗതയിൽ സഞ്ചരിപ്പിക്കുമായിരുന്നുവെന്ന്. മദീനയിലേക്ക് അണയാൻ, തന്റെ നാട്ടിലേക്ക് അണയാനുള്ള ഒരു വെമ്പൽ കൊണ്ടിരുന്ന മാനസികാവസ്ഥ ഉള്ളവനായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അതിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നുവെന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. താൻ താമസിക്കുന്ന, താൻ ജനിച്ച, താൻ വളരുന്ന ആ നാടിനോട് ഹബ്ബ് വെക്കേണ്ടതിന്റെ, സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഈ ഹദീസ് പഠിപ്പിക്കുന്നുവെന്ന് ഹദീസിന് വ്യാഖ്യാനം നൽകിയ മഹാന്മാരായ നിരവധി പണ്ഡിതന്മാർ വിഷയസംബന്ധമായി രേഖപ്പെടുത്തുന്നു. ആ പ്രവാചകനിൽ നിന്ന് ജന്മനാടിനോട്, വളരുന്ന നാടിനോട് ഹബ്ബ് പ്രകടിപ്പിച്ച ആ സ്നേഹപ്രകടനം കണ്ടു വളർന്ന പ്രവാചകന്റെ സ്വഹാബത്ത് അതേ മാനസികാവസ്ഥ പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്ന് ചരിത്രം സാക്ഷിയാണ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മക്ക വിട്ട് മദീനയിലേക്ക് പോയി. ആ മദീന രാജ്യത്ത് വെച്ച് മദീനത്തെ പനി എന്ന് പറയുന്ന ഒരു പനിയുണ്ട്.
അത് ചരിത്രത്തിൽ അറിയപ്പെടുന്ന നിരവധി ആളുകളുടെ മരണത്തിന് അത് കാരണമായിരുന്നു. പ്രവാചകന്റെ ഉപ്പയുടെ മരണം, പ്രവാചകന്റെ ഉമ്മയുടെ മരണം ഉൾപ്പെടെയുള്ള ചരിത്രത്തിലെ നിരവധി മരണങ്ങൾക്ക് കാരണം അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്. ആ കാലാവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഉപദേശിച്ചത് ഹദീസുകൾ കാണാൻ സാധിക്കും. മദീനയിൽ പനി പിടിച്ച് ബാധിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു കിടക്കുമ്പോ തന്റെ ജന്മനാടിനെ സംബന്ധിച്ച്, മക്കയെ സംബന്ധിച്ച്, ആ മക്കയിലെ മലമ്പ്രദേശങ്ങളിലൂടെ ആടിനെ നോക്കി നടന്നതിന് അയവിറത്തുകൊണ്ട് ആ ജന്മനാടിനെ സംബന്ധിച്ച് കവിതകൾ ആലപിച്ചത് ചരിത്രത്തിൽ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നാം ജനിച്ചു വളർന്ന നാടിനോടുള്ള പ്രത്യേകമായ ഒരു സ്നേഹം വെച്ചു പുലർത്തുക എന്നുള്ളത് മനുഷ്യ സഹജമായി വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ വെച്ചു പുലർത്തേണ്ട ഒരു മാനസികാവസ്ഥയാണ്. ഒരിക്കലും ആ നാട്ടിലുള്ള ഒരു വീട്, ഒരു നാട്, ഒരു ഗ്രാമം, ഒരു രാജ്യം അത് നാശത്തിലേക്ക് എത്തിപ്പെടാനുള്ള പണികൾ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുവാൻ പാടുള്ളത്. അത് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുകയും നാശഹേതുവായ കാരണങ്ങളെ തൊട്ട് നാം വിലങ്ങി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കേണ്ടത്. നിരവധി തവണ ഖുതുബകളിൽ കേട്ടുപരിചയിച്ച സംഭവമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കപ്പൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ഉപമ പറഞ്ഞത്. കപ്പലിന്റെ മേൽത്തട്ടിൽ ആളുകൾ യാത്ര ചെയ്യുന്നു, താഴെത്തട്ടിലും ആളുകൾ യാത്ര ചെയ്യുന്നു. താഴെത്തട്ടിലുള്ള ആളുകൾ അവരുടെ വെള്ളത്തിന്റെ ആവശ്യാർത്ഥം മുകളിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങുന്നത് ഒഴിവാക്കാൻ ഒരു കപ്പലിന്റെ അടിത്തട്ടിൽ ഒരു ദ്വാരമുണ്ടാക്കിയാൽ വെള്ളം കിട്ടും. പക്ഷേ നശിച്ചു പോവുക അവർ മാത്രമായിരിക്കില്ല, മുകളിലുള്ളവരും നശിക്കും, താഴെയുള്ളവരും നശിക്കും. ഒരു ഖൈർ, ഒരു നന്മ ഈ രാജ്യത്തുണ്ടായാൽ അത് അനുഭവിക്കേണ്ടവർ നമ്മളെല്ലാവരും ഒന്നിച്ചാണ്. ഒരു ദുരന്തം, ഒരു തിന്മ ഈ രാജ്യത്തുണ്ടായാൽ അത് മുഴുവൻ അനുഭവിക്കേണ്ടി വരിക നമ്മളെല്ലാവരും ഒന്നിച്ചായിരിക്കും. അതുകൊണ്ട് ജീവിക്കുന്ന നാടിന്റെ, വീടിന്റെ, ഗ്രാമത്തിന്റെ, രാജ്യത്തിന്റെ സുരക്ഷിതത്വവും അതിന്റെ നന്മയും ആഗ്രഹിക്കുന്നവനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവനുമായിരിക്കണം ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. അതിന്റെ നാശത്തിന് കാരണമായി തീരാനുള്ള എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ അവയിലൊന്നും വ്യക്തിപരമായോ സംഘടിതപരമായോ ഉള്ള ഒരു പങ്കാളിത്തവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവരുത്. ഒന്നാമതായി ഈ രാജ്യത്ത് ഉണ്ടായിത്തീരാൻ സാധ്യതയുള്ള ഫസാദുകൾ, അതിന്റെ കുഴപ്പങ്ങൾ, പരസ്പരമുള്ള വിദ്വേഷങ്ങൾ, പരസ്പരമുള്ള ശത്രുതകൾ, അതൊന്നും ഇല്ലാതെയായി തീരാൻ വെറുപ്പിന്റെ ഉൽപാദകരായിക്കൊണ്ട് നമ്മുടെ സംസാരങ്ങൾ കൊണ്ട്, നമ്മുടെ നോട്ടങ്ങൾ കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ ഇതര മതവിഭാഗങ്ങൾക്കിടയിൽ നാം നിലകൊള്ളുന്ന സംഘടനാ സംവിധാനങ്ങളുടെ, ഇതര സംഘടനാ സംവിധാനങ്ങൾക്കിടയിൽ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ശത്രുതയും കുഴപ്പവും വിദ്വേഷവും വെറുപ്പും പകയുമായി നടക്കുന്ന ഒരു കാലാവസ്ഥ അത് ഇവിടെ ഉണ്ടായി തീർന്നാൽ എല്ലാവരുടെ ജീവിതവും അരാജകത്വത്തിലേക്കും അസമാധാനത്തിലേക്കുമായിരിക്കും വഴിമാറിപ്പോവുക. ആ ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. മാത്രമല്ല, ജീവിക്കുന്ന ഒരു രാജ്യത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രത്യേകമായ ചില പരിഗണനകൾ, ചില ബറക്കാത്തുകൾ ഉണ്ടാവണമെങ്കിൽ ആ നാട് നന്നാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിന്റെ 96-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു, ആ നാട്ടുകാർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, വതഖൗ, അവർ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഒരു നാട്ടിലുള്ള ജനങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഒരു നാട്ടിലുള്ള ജനങ്ങൾ അള്ളാഹുവിൽ തഖ്വയുള്ള ആളുകളായി തീരുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശ ലോകത്ത് നിന്ന് നാം ബറക്കത്തുകൾ വർഷിച്ചു കൊടുക്കുമായിരുന്നു. ഭൂമിയിൽ നിന്ന് അള്ളാഹുവിന്റെ ബറക്കത്തുകൾ അവർക്ക് ലഭ്യമാക്കുമായിരുന്നു. പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിച്ചതിന്റെ ചരിത്രം പറഞ്ഞതിന്റെ തൊട്ട് താഴെ 2-3 ആയത്തുകൾക്ക് താഴെ പൊതുവായി അള്ളാഹ് പറഞ്ഞതാ, ഒരു നാട്ടിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാവണോ ആ നാട്ടിലുള്ള ആളുകൾ വിശ്വാസികളായി മാറേണ്ടതുണ്ട്. ആ നാട്ടിലുള്ള ആളുകൾ തഖ്വയുള്ള ആളുകളായി മാറേണ്ടതുണ്ട്. നാം ജീവിക്കുന്ന ഗ്രാമം, നാം ജീവിക്കുന്ന മുനിസിപ്പാലിറ്റി, നാം ജീവിക്കുന്ന സംസ്ഥാനം, നാം ജീവിക്കുന്ന രാജ്യം അത് റബ്ബിന്റെ ബറക്കത്തുകൾ കൊണ്ട് അനുഗ്രഹീതമാവണമെങ്കിൽ അതിന് നാമും നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾ യഥാർത്ഥ വിശ്വാസികളും യഥാർത്ഥ മുത്തഖികളുമായി മാറേണ്ടതും, അത് മാറാൻ ആവശ്യമായ പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. വിദ്വേഷത്തിന്റെയും ശത്രുതയുടെയും പകയുടെയും പ്രചാരകർ ആയി മാറാതിരിക്കുവാനുള്ള സംവിധാനങ്ങളും ചിന്തകളും നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഏതൊരു രാജ്യത്തെയും നയിക്കുന്ന, ഏതൊരു സംവിധാനത്തെയും നിയന്ത്രിക്കുന്ന ആളുകളെ അനുസരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 59-ാമത്തെ ആയത്തിൽ പറയുന്നു, അത്തിഉല്ലാഹ യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം.
നിങ്ങൾ റസൂലിനെയും അനുസരിക്കണം. നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. ആരാ കൈകാര്യകർത്താവ്? കുടുംബത്തിലൊരു കൈകാര്യകർത്താവുണ്ട്. കാര്യങ്ങൾ വാപ്പയെയും ഉമ്മയെയും ആ വീട്ടിൽ ജീവിക്കുന്ന ആളുകൾ അനുസരിക്കണം. ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സംവിധാനത്തിൽ ആ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ആ മുനിസിപ്പാലിറ്റി രൂപപ്പെടുത്തുന്ന നിയമങ്ങളെ, ട്രാഫിക് റൂൾസ് ആയിരുന്നാലും, പിന്നെ ഹൈജനിക്കുമായി, അതിന്റെ ശുദ്ധീകരണ പ്രവർത്തനം, ശുചിത്വവുമായി ബന്ധപ്പെട്ട, ആരോഗ്യവുമായി ബന്ധപ്പെട്ട നമ്മുടെ നിയമങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കുക എന്നത്, മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, രാജ്യത്തെ നിയമത്തിൽപ്പെട്ടതാണ്. അത് ലംഘിക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടുള്ളതല്ല. ട്രാഫിക് നിയമങ്ങൾ ഇവിടുത്തെ നിയമസഭയും ലോകസഭയും ഉൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയതാണ്. അവയെ അനുസരിക്കാൻ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാകാത്തിടത്തോളം കാലം അള്ളൊരു കാര്യം പറഞ്ഞു, അതിന് എതിരെ വാപ്പ പറയാ, ഭർത്താവ് പറയാ, ഭാര്യ പറയാ, നാട് പറയാ, ഭരണാധികാരികൾ, മുഖ്യമന്ത്രി പറയാ, പ്രധാനമന്ത്രി, രാഷ്ട്രപതിയും പറയാ, അങ്ങനത്തെ അവസ്ഥയിൽ അവരനുസരിക്കേണ്ടതില്ല. ഒരു വിശ്വാസി അനുസരിക്കേണ്ടത്. അത്തരത്തിലുള്ളവരിൽ ലംഘനം വരാത്തിടത്തോളം കാലം ഭരണാധികാരികളെ, കൈകാര്യകർത്താക്കളെ അനുസരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയാകുന്നു എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, ആ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ഭരണാധികാരികൾ വിശ്വാസികളല്ലാത്ത ആളുകളാണെങ്കിൽ റബ്ബേ അവർക്ക് നീ ഹിദായത്ത് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ. അവർ ജനദ്രോഹികളാണെങ്കിൽ ജനങ്ങളോട്, പൗരന്മാരോട് സ്നേഹമുള്ള, അനുകമ്പയുള്ള ഭരണാധികാരികളെ നൽകണമേ, ഭരണാധികാരികൾക്ക് നല്ല മനസ്സ് നൽകണമേ, നീതിബോധം നൽകണമേ, സമത്വബോധം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. ഭരണാധികാരികൾ നന്നായിട്ടില്ല എങ്കിൽ പ്രജകളുടെ കാര്യം വളരെ പ്രയാസത്തിലായിരിക്കും. അതുകൊണ്ട് നാട് നന്നാവണം, നാട്ടിലെ ഭരണാധികാരികൾ നന്നാവണം. അദ്ദേഹം പറയുകയുണ്ടായി, ലൗ കാന ലീ ദഅവത്തുൻ മുസ്തജാബത്തുൻ, എനിക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ഭരണാധികാരികൾക്ക് വേണ്ടിയല്ലാതെ ഞാൻ ആ പ്രാർത്ഥന മാറ്റിവെക്കുകയില്ല എന്ന്. ഉറപ്പായിട്ടും ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ഉറപ്പായാൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പഠിപ്പിച്ച സലഫുകൾ, പൂർവികർ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനിച്ചു വളർന്ന നാടിനോട്, ജനിച്ചു വളർന്ന വീടിനോട്, സാഹചര്യങ്ങളോട് അത് നന്നായി കാണുവാനുള്ള അതിയായ ആഗ്രഹവും, ആ നാട് ബറക്കത്തുള്ളതായി തീരാനുള്ള അതിയായ മോഹവും, അതിനെന്താണോ ആവശ്യം അതിനാവശ്യം പ്രബോധന പ്രവർത്തനങ്ങൾ, സജീവമായ പങ്കാളിത്തങ്ങൾ വഹിക്കുക. നാട്ടിലുള്ള മുഴുവൻ ആളുകളും വിശ്വാസ മേഖലയിലേക്ക് തിരിച്ചുവിടാൻ, സൂക്ഷ്മതാബോധമുള്ള തഖ്വയുള്ള ആളുകളായി മാറാൻ, നാട്ടിൽ നിന്ന് ഹറാമുകളെ നീക്കം ചെയ്ത് ആളുകളൊക്കെ ശുദ്ധമായി റബ്ബിന് കീഴുതുന്ന ആളുകളായി തീരാൻ ആവശ്യമായ വ്യാപകമായ പ്രചാരണത്തിൽ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിനോട് സ്നേഹമുള്ളവരായി സുരക്ഷിതത്വമുള്ള ഒരു നാട്ടിൽ മരണം വരെ ജീവിക്കാനുള്ള അവസരം ലഭ്യമാകുന്ന ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല സംജാതമാക്കി തീർക്കുമാറാവട്ടെ. രാജ്യത്തോട് ഒരു വെറുപ്പ്, ഭരണാധികാരികളോടുള്ള ഒരു വെറുപ്പ് ഒരിക്കലും വെച്ചു പുലർത്താത്ത ഒരു നല്ല വിശ്വാസിയുടെ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضى، والصلاة والسلام الأتمان الأكملان على ضمان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. يا أيها الناس أوصيكم وإياي ثانيا بتقوى. ഈ ഒരു വിഷയം ഈ സന്ദർഭത്തിൽ പ്രതിപാദിക്കാനുള്ള കാരണം, നാളെ ഇന്ത്യ രാജ്യം അതിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയും ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഈ രാജ്യം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് മോചനം നേടി 79 വർഷങ്ങൾ പിന്നിടുകയും അഡ്വാൻസായി ഒരു ദിവസം നേരത്തെ എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുകയും, സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില സന്ദേശങ്ങൾ. ഒന്ന്, ഈ രാജ്യം സ്വതന്ത്രമാണ് എന്ന ഉറച്ച ബോധം നമുക്കുണ്ടാകും. സ്വാതന്ത്ര്യം ഏതൊരു വ്യക്തിയുടെയും ജന്മാവകാശം. അതുകൊണ്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ മാറി വരുന്ന ഏതെങ്കിലും ഭരണാധികാരികൾ രൂപപ്പെടുത്തുന്ന എന്തെങ്കിലും നിയമങ്ങൾ കാണുമ്പോഴേക്ക്
സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന ചിന്ത നമ്മിലേക്ക് കടന്നു വരരുത്. ഭയപ്പാടിൽ ജീവിക്കാൻ പാടുള്ളത്. ധൈര്യസമേതം നമ്മുടെ മുൻഗാമികൾ ചോര നൽകി, അവരുടെ ശരീരം നൽകി, അവരുടെ സമ്പത്ത് നൽകി, അവരുടെ എല്ലാം നൽകി സമർപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത ആ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഒരു ഉറച്ച ബോധ്യത്തിൽ ജീവിക്കുന്ന ആളുകളായി നമ്മൾ മാറണം എന്ന് ഈ ഒരു സന്ദർഭത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശമായി ഞാൻ നിങ്ങൾക്ക് കൈമാറുക. 2, ഈ രാജ്യത്തെ ഒരു വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഇടപെടരുത്. മക്കൾ, അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ചില നിയന്ത്രിക്കരുത് എന്നല്ല, മറിച്ച് അവർക്ക് സ്വാതന്ത്ര്യമുള്ള ചില മേഖലകൾ, അമിതമായ നിയന്ത്രണം, വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, തടയപ്പെടുന്ന സ്ത്രീകൾ, അവർക്ക് മതം അനുവദിച്ചു നൽകിയ സ്വാതന്ത്ര്യമുണ്ട്, രാജ്യം അനുവദിച്ചു നൽകിയ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഈ ചില ഭർത്താക്കന്മാരുടെ കീഴിലൊക്കെ ഭാര്യമാർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ കഴിയാതെ, മിണ്ടാൻ കഴിയാതെ, ഒരു കാര്യം സംസാരിക്കാൻ കഴിയാതെ, കുടുംബത്തിലൊരു ഇഷ്യൂ ഉണ്ടായി ചർച്ച ചെയ്യുമ്പോൾ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് അടിമകളെ പോലെ ജീവിക്കുന്ന ചില പ്രവണതകളൊക്കെ ചില കുടുംബങ്ങളിലുണ്ട്. ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ഓരോരുത്തർക്കും ഓരോ മേഖലയിലും നൽകപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യത്തെ അത് വകവെച്ചു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 3-മതായി ശ്രദ്ധിക്കേണ്ടത്, ഈ രാജ്യം ഇന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ അവന്റെ വിശ്വാസമനുസരിച്ച്, അവന്റെ കർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ഭരണഘടന അനുവദിച്ചു നൽകിയ അതിന്റെ ചില പ്രത്യേകമായ തത്വങ്ങൾ, ആ ഭരണഘടനയുടെ ചില ആർട്ടിക്കിളുകൾ അനുവദിച്ചു നൽകിയ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ ബോധമുള്ളവരായിരിക്കണം വിശ്വാസികൾ. അതിലൊന്ന്, ഇഷ്ടമുള്ള മനസാക്ഷി അനുസരിച്ചുകൊണ്ട് തന്റെ വിശ്വാസത്തെ സെലക്ട് ചെയ്യാൻ, തിരഞ്ഞെടുക്കാനുള്ള ഭരണഘടനാപരമായ അവകാശമുണ്ട്. അവകാശബോധം അത് നമ്മൾ ജീവിതത്തിൽ പ്രകടമാക്കേണ്ടതാണ്. മതം പ്രബോധനം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ ഭരണഘടന വകവെച്ച് നൽകുന്നുണ്ട്. ആ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ വളരെ ക്രിയാത്മകമായി, വ്യവസ്ഥാപിതമായി, ആസൂത്രിതമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ ശുദ്ധമായ തൗഹീദ് അത് സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ആവശ്യമായ എന്തൊക്കെ പ്രചാരണ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളിലൊക്കെ നമ്മുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമയം കൊണ്ടുമുള്ള ഒരു കഠിനാധ്വാനം, ആ മേഖലയിലേക്ക് നമ്മൾ കടന്നു വരാതിരുന്നാൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെ മേഖല നിലനിൽക്കുകയും അത് ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ പിൽക്കാലത്ത് അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടെന്ന തിരിച്ചറിവ് നമ്മിൽ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ കൂടെ കൂട്ടിവെക്കാനുള്ളത്, ഈ രാജ്യത്തെ ഏതെങ്കിലും ഭരണാധികാരികൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ, രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തിന്, സാഹോദര്യത്തിന് വിരുദ്ധമായ നടപടിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യത്തോട് വെറുപ്പ് വെച്ച് പുലർത്തരുത്. ചില വ്യക്തികൾ, ആ വ്യക്തികൾ നിലകൊള്ളുന്ന ഐഡിയോളജികൾ, അവരുടെ തത്വശാസ്ത്രങ്ങൾ അത് മാത്രമാണ് കാരണം ആ ഭരണാധികാരി മാറി, ആ ഭരണ സംവിധാനം മാറി, മറ്റൊരു ഭരണ സംവിധാനം വരുമ്പോൾ അതിന് ഭരണഘടനയെ സംരക്ഷിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിത്തീരും എന്ന ശുഭപ്രതീക്ഷയാണ് ഉണ്ടാവേണ്ടത്. ജനാധിപത്യ സംവിധാനമാണ് ഇതിന് മുഴുവൻ നമുക്ക് വഴിയൊരുക്കുന്നത്. ജുമുഅ നടക്കുന്നു, തടസ്സമില്ല. ബാങ്ക് വിളിക്കുന്നു, തടസ്സമില്ല. നമ്മുടെ സഹോദരന്മാർ ഹജ്ജിന് പോയി തിരിച്ചു വരുന്നു, തടസ്സമില്ല. സക്കാത്ത് സംവിധാനം വ്യവസ്ഥാപിതമായി നമ്മൾ ഇവിടെ നടപ്പിലാക്കുന്നു, അതിന് തടസ്സങ്ങളില്ല. ചില ഭൂപ്രദേശങ്ങളിലൊക്കെ ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ഞാൻ മറച്ചു വെക്കുന്നില്ല. നിയമപരമായ മാർഗങ്ങളിലൂടെ അവയെ മറികടക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം എന്ന് ഈ സന്ദർഭത്തിൽ എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായി കൂട്ടിച്ചേർക്കുവാനുള്ളത്, ആരും അരാഷ്ട്രീയവാദികളായി മാറരുത്. കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ടാവണം. ഭരണ സംവിധാനങ്ങളിൽ കൃത്യമായി ഇടപെടേണ്ടതുണ്ട്. ഈ രാജ്യം നമ്മുടേതാണ്, ഈ നാട് നമ്മുടേതാണ്. ഏതാനും വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് കയ്യിലെ കളിപ്പാവ പോലെ തട്ടിയിട്ട് കളിക്കാൻ നമ്മളതിനെ വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല. ഭരണ സംവിധാനങ്ങളിൽ നാം ഇടപെടാതിരുന്നാൽ ശുദ്ധരല്ലാത്ത താന്തോന്നികളായ ഈ രാജ്യത്ത് നിലനിൽക്കേണ്ട ഐക്യവും സാഹോദര്യവും സമത്വവും ഡെമോക്രസിയും അത് നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കാത്ത വിഭാഗം ആളുകളുടെ കൈകളിലേക്ക് അധികാരങ്ങൾ കടന്നു വരികയും അത് നമ്മെ ഗുരുതരമായി ബാധിക്കുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യും. അതുകൊണ്ട് ഭരണ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എന്താണ് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ നമ്മൾ അറിയണം. വഖഫ് ബോർഡ് നിലനിൽക്കുന്നുണ്ട് ഇവിടെ. ഈ പള്ളിയിൽ നിന്നും, ഈ പള്ളിയല്ല, വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേരളത്തിലെ മുഴുവൻ പള്ളികളിൽ നിന്നും, ആ പള്ളികളുടെ വാർഷിക റവന്യൂവിൽ നിന്ന്, വരുമാനത്തിൽ നിന്ന് അതിന്റെ 7% വഖഫ് ബോർഡിലേക്ക് അടക്കപ്പെടേണ്ടതുണ്ട്.
ഈ രാജ്യത്ത് നമ്മൾ ഇവിടെ കളക്ട് ചെയ്തെടുക്കുന്ന പണം, ആ പണത്തിന്റെ കൊല്ലത്തിലെ 7% പണം വഖഫ് ബോർഡിന് പോകുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ വഖഫ് ബോർഡിൽ നിന്ന് ഈ സമുദായത്തിന് തിരിച്ചു കിട്ടേണ്ട ചില ആനുകൂല്യങ്ങളുണ്ട്, പെൻഷൻ സംവിധാനങ്ങളുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ പോകണം, വഖഫ് ബോർഡിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലണം. എന്നിട്ട് മഹല്ല് സംവിധാനത്തിലെ മഹല്ലിലോ അംഗങ്ങൾക്ക് ലഭ്യമാകാവുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പദ്ധതികൾ പോലെ, വൃദ്ധരായ ആളുകൾക്കുള്ള വാർദ്ധക്യ പെൻഷൻ പോലെയുള്ള ചില സംവിധാനങ്ങൾ ആ വഖഫ് ബോർഡിൽ നിലനിൽക്കുന്നുണ്ട്. അത് പുറത്തു വന്ന പണമല്ല, നമ്മൾ അങ്ങോട്ട് കൊടുത്ത പണമാണ്. അത് നമ്മൾ ചോദിക്കുകയും വാങ്ങുകയും അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഈ രാജ്യത്ത് നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ, വ്യത്യസ്തങ്ങളായ രോഗങ്ങൾക്ക് കീഴടക്കപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, വീടുകളില്ലാത്ത ആളുകൾ, അവർക്കൊക്കെ വീടുകൾ വെച്ച് സഹായം ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഭരണ സംവിധാനത്തിൽ നമ്മുടെ ബഡ്ജറ്റിന്റെ ഭാഗമായി കൊണ്ട്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അത് പാസാക്കിയെടുക്കുന്ന കോടിക്കണക്കിന് വരുന്ന സമ്പത്തുണ്ട്. അത് അറിയണം. നമ്മൾ പഞ്ചായത്ത് ഓഫീസുകളിലേക്ക്, വില്ലേജ് ഓഫീസുകളിലേക്ക്, മുനിസിപ്പാലിറ്റി ഓഫീസുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ദുർബലരായ ജനവിഭാഗത്തിന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് അറിയുകയും അതിന്റെ അർഹരായ ആളുകളെ അന്വേഷിച്ചു പോവുകയും ആ ആളുകളെ ഭരണകൂടവുമായി ബന്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള സഹജീവി സ്നേഹം അത് നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട്. അത് ഈ രാജ്യത്തോടും ഈ രാജ്യത്തെ ജനങ്ങളോടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ട ഒരു പ്രവർത്തനമാണെന്ന തിരിച്ചറിവുണ്ടാവണം. ഞാൻ പറഞ്ഞു വന്നത്, രാജ്യം ഒരു സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞാനൊന്നും കേട്ടില്ല, ഞാനും എന്റെ കുടുംബവും എന്റെ തൊഴിലും എന്ന നിലക്ക് സ്വാർത്ഥമായി തന്നിലേക്ക്, തന്റെ വീട്ടകത്തേക്ക് തിരിഞ്ഞ് ചുരുണ്ടു പോകാതെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, ഈ സമൂഹത്തെ സ്നേഹിക്കുന്ന, ഈ നാടിനെ അറിയുന്ന, ഈ നാട് വളരണമെന്ന് ആഗ്രഹിക്കുന്ന, ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നാടിനോട് ഹുബ്ബ് വെച്ച് പുലർത്തുന്ന ആളുകളായി കൊണ്ട് വിശ്വാസി സമൂഹം മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഒരു സമാധാനപൂർണമായ ഒരു ജീവിത സാഹചര്യത്തെ രൂപപ്പെടുത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, മദ്രസ അധ്യാപകരുടെ ക്ഷേമനിധി ഫണ്ടുമായി